നമസ്കാരം. കുഞ്ഞുങ്ങൾ പൂക്കളെപ്പോലെ ചിരിക്കേണ്ടതാണ്, പൂമ്പാറ്റകളെപ്പോലെ പാറി നടക്കേണ്ടതാണ്, കിളികളെപ്പോലെ മധുരമായി കൊഞ്ചേണ്ടതാണ്. എന്നിട്ടും കറുത്തുപോകുന്നു കുഞ്ഞു ബാല്യങ്ങൾ. അന്തരിച്ച മലയാളത്തിന്റെ പ്രിയ കവയിത്രി സുഗതകുമാരി ടീച്ചർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ടീച്ചറുടെ പട്ടുപാവാട എന്ന കവിതയ്ക്ക് ഒരു രംഗഭാഷ. അടിക്കല്ലമ്മ, അടിക്കല്ല, റോഡെ പോയി പിച്ച് തണ്ടി 4 കാശുണ്ടാക്കാതെ റേഡിയോയില് പാട്ട് കേട്ടിരിക്കുതാ. പൊടി പോയി പിച്ച് തണ്ടടി അമ്മ, അടിക്ക മുടിയാതമ്മ, ரொம்ப വിശക്കുന്നു അമ്മ. அந்த கடையில இருந்து ஒரு பழம் வாங்கி கொடம்மா, ரொம்ப விശക്കുന്നു. ஏய் வாய் மூடடி, எனக்கு தண்ணி அடிக்கிறதுக்கா பழம் தைக்காது, உனக்கு பழம் வேணுமா? பீச்சி போட்டுடுவேன். பாட்டா பாத்திரம் ഇരുമ്പ് ചെറുപ്പ് നോട്ട്ബുക്ക്. അതെ, അത് അവൾ തന്നെയാ, എനിക്ക് ഉറപ്പാ. ഇന്നലെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന എന്റെ കുഞ്ഞിന്റെ 1.5 പവന്റെ മാല മോഷ്ടിച്ചോടിയത് അത് അവൾ തന്നെയാ, എനിക്ക് ഉറപ്പാ. എടാ രാഘവ, പ്രഭാകര, ഓടി വാടാ, തവളയെ പിടിക്കടാ. കള്ളക്കൂട്ടങ്ങള് ഇവറ്റുകളൊന്നും വെറുതെ വിടരുത്, പോലീസിനെ വിളിക്കേ. നടക്കിങ്ങോട്ട്, ആ പെണ്ണിനെയും കൂടി പിടിച്ചു കയറ്റ്. കാറാതടി, നിന്നെയൊക്കെ വളരാൻ വിട്ടാ ഈ നാട് കട്ടും മുടിക്കും. നടക്കിങ്ങോട്ട്. മാഡം, ഞങ്ങൾ കോടതി ഉത്തരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കുട്ടിയെ ഇവിടെ താമസിപ്പിക്കണം. ഇവളുടെ അമ്മ ഒരു കളർ കേസിൽ ജയിലിലാണ്, ബന്ധുക്കളൊക്കെ ഒളിവിലും. എന്താ മോളുടെ പേര്? കാളി. എന്തിനാ മോള് കരയുന്നേ? നോക്ക്, മോൾക്ക് ഇവിടെ ഒരുപാട് കൂട്ടുകാരുണ്ട്. മക്കളെ, ഇവൾ കാളി. നിങ്ങൾക്ക് പുതിയൊരു കൂടപ്പറപ്പ്. കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് നിങ്ങളോടൊപ്പം കൂട്ടിക്കോ. ദാരിദ്ര്യത്തിൽ പറന്ന് ദാരിദ്ര്യം തിന്നു മരിക്കാൻ വിധിക്കപ്പെടുന്ന ഈ കുരുന്നുകളെ കാണാതെ തൊള്ളക്കേറി സോഷ്യലിസം പ്രസംഗിക്കുന്നവരെ ആർക്കാണ് സ്വാതന്ത്ര്യം? ആരുടേതാണ് സ്വാതന്ത്ര്യം? ആരിത്? കാളിയോ? ആകെ മാറി നല്ല സുന്ദരി കുട്ടിയായല്ലോ. അല്ല, ഞാൻ കാളിയല്ല, ഞാൻ ഹേമലത. എൻ പേര് നാണി. ഹായ് ഹേമലത, നല്ല പേര് ഹേമലത. നമുക്ക് കളിക്കാം. എനിക്ക് ഒരുപാട് പാട്ടുകൾ അറിയാലോ. ആണോ? എല്ലാമേ തമിഴ് പാട്ട്. ഞാനൊരു സുന്ദരി, കാവടി സുന്ദരി. എന്നാ പണിട്ടിരിക്കത്? ഹേമലത, ഈ പുസ്തകങ്ങൾ നിറയെ കഥകളാ. പുസ്തകങ്ങൾ വായിച്ചാൽ ഈ ലോകം നമുക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു വരും. പിന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം നമ്മുടെ കൂട്ടുകാരാവും. ആണോ? എനിക്ക് എഴുത്ത് വായന ഒന്നുമേ தெரியாது. അതിനെന്താ, നിന്നെ ഞങ്ങളോടൊപ്പം സ്കൂളിൽ വിടാൻ ടീച്ചർ അമ്മയോട് പറയാലോ. ടീച്ചറമ്മ, ഞാൻ ഒരുപാട് പഠിച്ചു. ABC. ടീച്ചറമ്മ, എനിക്കൊരു ആശയുണ്ട്, ചൊല്ലിട്ടമ്മ. എനിക്കൊരു പട്ടുപാവാട വേണു. പട്ടുപാവാട ഇട്ട് ഞാൻ ഈ മുട്ടിൽ ഓടി കളിച്ചു. ஹலோ ஹலோ, இங்க யாரும் இல்லையா? ஹலோ, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് വേദാർജുൻ നായർ. ഈ നിൽക്കുന്നത് ഇവിടെയുള്ള കാളി എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ കണ്ടാൽ ജയിൽവാസം കഴിഞ്ഞു വന്നതാകൂ. അമ്മ വന്ന് കേട്ടാൽ കുഴந்தைയെ വിട്ടുകൊടുക്കണം என்றதால் കോർട്ട് ഓർഡർ. என்ன சொன்னால் കുഴந்தைയെ വിട്ടുകൊടുക്കാൻ ആവണോ? അരുതേ, കൊണ്ടുപോവരുതേ. തെരുവിന്റെ ചിഹ്നതയിലേക്ക് ഇനിയും വലിച്ചെറിയാൻ അനുവദിക്കണം ആ കുട്ടിയെ. നോക്ക്, അവൾ എത്ര സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുന്നത്. അവൾ പഠിക്കാൻ മിടിക്കുക. നിനക്ക് 2 പേർക്കും ഇവിടെ താമസിക്കാം. ആടാണി പോമ, അതൊന്നും നമുക്ക് പറയാതെ. ആളെ വിടുമ്പോ സാമി. ഏയ് കാളി, என்ன பண்ணிட்டு இருக்க? വാടി വെളിങ്ക. പോണോ? വേണ്ട, എനിക്ക് പേടിയാ. തെരുവിൽ കിടക്കാൻ എനിക്ക് പേടിയാ. എന്നെ വിടല്ലേ ടീച്ചറമ്മ, ഞാൻ വരുന്നില്ല എന്ന് പറ ടീച്ചറമ്മ, എന്നെ വിടല്ലേ. എന്നമ്മാ ഇത്? പുതിയ ഉടുപ്പ്, ചെറുപ്പ്, എന്നാടി സഞ്ചിയില്? പുസ്തകമാ? പോയി തൊലയിട്ടെ. വാടി ഇങ്ക വെളിയില്. കടവുളെ, എൻ പുസ്തകം. എനിക്ക് പഠിക്കണോ?
എനിക്ക് പഠിക്കണോ, എനിക്ക് പഠിക്കണോ. ഹേമലത, നീ ഞങ്ങളെ വിട്ട് എവിടേക്കും പോവല്ലേ ഹേമലത, എവിടേക്കും പോവല്ലേ. അല്ല, ഞാൻ ഹേമലതയല്ലേ, കാളി 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 കാളി. ഉദരത്തിന് വിശപ്പറിയാത്തവരെ, നിങ്ങൾക്ക് ഇത് വെറും ഒരു കാഴ്ച. തെരുവിന്റെ അഴുക്കു കൂമ്പാരങ്ങളിൽ ജീവിതം തീർക്കപ്പെടുന്ന ബാല്യങ്ങളെ കാണാത്ത ഭരണവർഗമേ, നീതിപീഠമേ, എന്നാണ് ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക?